കണ്ണൂർ പിലാത്തറയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു കാർ കണ്ടെത്തി. തകർത്ത നിലയിലുള്ള കാറിനുള്ളിൽ രക്തക്കറ കണ്ടെത്തി. വസ്ത്രങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വലിച്ചു വാരിയിട്ട നിലയിലാണ്. കാറിന്റെ ഉടമ സ്വർണ്ണ വിൽപ്പനക്കാരൻ അശോക് യശ്വന്ത് എന്ന് പോലീസ് പറഞ്ഞു. അജീഷ് കുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, സ്വർണ്ണ വിൽപ്പനക്കാരനായതുകൊണ്ട് തന്നെ ഏതെങ്കിലും മോഷണ ശ്രമമാണോ? എന്താണ് പോലീസ് പറയുന്നത്? ഹാഷ്മി, എന്തായാലും ദുരൂഹ സാഹചര്യത്തിൽ ഇന്ന് രാവിലെയാണ് കണ്ണൂരിലെ പിലാത്രയ്ക്ക് സമീപം, പിലാത്ര കോർപ്പറേറ്റീവ് കോളേജിന് സമീപമാണ് ഒരു മാരുതി ബലേനോ കാറ് കണ്ടെത്തിയത്. ഇതിനകത്തെ സാധനങ്ങളൊക്കെ തന്നെ വലിച്ചു വാരിയിട്ട നിലയിലാണ്. സ്ത്രീകളുടെ സാരി, വസ്ത്രങ്ങളടക്കമുള്ളതുകൊണ്ട് വലിച്ചു വാരി പുറത്തേക്ക് ഇട്ട നിലയിലാണ്. കാറ് പല ഭാഗങ്ങളിലും അടിച്ചു തകർത്ത നിലയിലുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ വല്ലാത്ത രീതിയിലൊരു കവർച്ചാ ശ്രമം നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. രക്തത്തുള്ളികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാറിൻ്റെ ഉടമസ്ഥൻ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഒരു അശോക് യശ്വന്താണ്. ഇയാൾ സ്വർണ്ണ കടയുടെ ഉടമസ്ഥനെന്നാണ് പോലീസ് പറയുന്നത്. സ്വർണ്ണ വിൽപ്പനക്കാരനാണ്. ഇയാൾ മഹാരാഷ്ട്ര നിന്ന് ഈ മംഗലാപുരം വഴി കേരളത്തിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. ഈ പിലാത്ര ഭാഗത്തേക്ക് എന്തിനെ കാറും കൊണ്ട് പോയി എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എപ്പോഴാണ് കേരളത്തിലേക്ക് കടന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ CCTV പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാവുള്ളൂ. ഒരു കവർച്ചാ ശ്രമം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഇതിപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഈ കാറിൻ്റെ ഉടമസ്ഥർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ രാവിലെ തലശ്ശേരി ഭാഗത്തായിരുന്നു, പിന്നീട് പരിയാരം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാനായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണ വ്യാപാരി ആയതുകൊണ്ട് തന്നെ സ്വർണം കവർച്ച ചെയ്യാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ആക്രമണം നടന്നത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഇവരുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത കിട്ടുകയുള്ളൂ. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാലേ ഇവരെ ആക്രമിച്ചത് ആരാണ്, ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ടായിരുന്നു, ഇവരെ പിന്തുടർന്ന് വരികയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. ഹാഷ്മി, ഈ രക്തക്കറ ഉണ്ടാവുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ മോഷണ ശ്രമമോ ഒക്കെയാണ് സംശയിക്കാമായിരുന്നത്. രക്തക്കറ ഉണ്ടാവേണ്ട കാര്യം എന്താണ് അജീഷ്? അശ്വി, ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം ആ കാറിനകത്തൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ ഒരു കവർച്ചാ ശ്രമം, അതായത് ആക്രമിച്ച് ഇതിനകത്ത് എന്തോ സാധനം ഉണ്ടായിരുന്നത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ ഈ ഇതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ വലിച്ചു വാരി പുറത്തേക്ക് ഇട്ട നിലയിലാണ്. അതായത് എന്തോ സാധനം തിരയുന്നതിന് ഇടയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഈ വാഹനത്തിനകത്തെ പല ഭാഗങ്ങളും അടിച്ച് തകർത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ വലിച്ച് മാറ്റി പരിശോധന നടത്തിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലൊരു മൽപ്പിടുത്തം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ രക്തക്കറ ഉണ്ടായതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കാറിൻ്റെ ഉടമസ്ഥർ ഈ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവർ രാവിലെ ഈ തലശ്ശേരി ഭാഗത്തായിരുന്നു. ഇവരെങ്ങനെ തലശ്ശേരിയിലെത്തി, ഇവരേത് വാഹനത്തിലാണ് തലശ്ശേരിയിലെത്തിയത്, എന്തിനു വന്നു, ഈ പിലാത്ര ഭാഗത്തേക്ക്, അത് മെയിൻ റോഡൊന്നുമല്ല, കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയാണ്, ഇവരെന്തിന് ആ വഴിയൊക്കെ എടുത്തു വന്നു? കാരണം മംഗലാപുരം വഴി, ദേശീയപാത വഴി പോകണമെങ്കിൽ പിലാത്ര ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിലാത്ര കോപ്പറേറ്റീവ് കോളേജിന്റെ ഭാഗത്തൂടെയൊക്കെ എന്തിനു പോയി എന്നുള്ളതൊക്കെ ഇനി കൂടുതൽ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. സ്വർണ്ണം പൊട്ടിക്കലിന്റെ അപകടം, മരണങ്ങളൊക്കെ ഉള്ള വാർത്ത വന്നിട്ട് അധിക നാളായിട്ടില്ല. ഏതാണ്ട് അതിനോട് സമാനമായ എന്തെങ്കിലും ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംശയം പോലീസിനുമുണ്ട്. കാരണം ഇയാൾ ഒരു സ്വർണ്ണ വ്യാപാരി കൂടിയാണ്, സ്വർണ്ണ വിൽപ്പനക്കാരൻ കൂടിയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് മംഗലാപുരത്തു നിന്ന് വരുന്ന വഴിയാണ്. സ്വാഭാവികമായിട്ട് ആരെങ്കിലും പിന്തുടർന്ന് വന്നോ, ഇയാളെ നോട്ടമിട്ട് വെച്ച ശേഷം പിന്തുടർന്ന് വന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ, അതായത് ഇയാൾ വന്ന വഴിയുടെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ആരെങ്കിലും പിന്തുടർന്ന് വന്ന് ഇയാളെ പിന്തുടർന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഇടവഴിയിലൂടെയൊക്കെ കയറിപ്പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ വ്യക്തമാവുകയുള്ളൂ. സ്വർണം പൊട്ടിക്കലിൻ്റെ ഒരു സാധ്യത തള്ളിക്കളയാൻ നിലവിൽ കഴിയില്ല, ഒരു സ്വർണ്ണ വ്യാപാരി ആയതുകൊണ്ട് തന്നെ. അജീഷ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പോലീസാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. ഒരു കാര്യം മാത്രം വ്യക്തമായതുള്ളത്, ഇത് സ്വർണ്ണ വിൽപ്പനക്കാരൻ അശോക് യശ്വന്ത് എന്ന ആളുടെ കാറാണ്. അതിനുള്ളിൽ മൽപ്പിടുത്തം നടന്ന ലക്ഷണങ്ങളുണ്ട്. ഇനി എന്താണ് മറ്റു ദുരൂഹതകൾ? കാറിന്റെ ഉടമസ്ഥടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വരും മണിക്കൂറുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.